ഗൈസ്, നമ്മളെ സെറ്റപ്പ് ഒന്ന് ക്ഷമിക്കണം. കാരണം നമ്മൾ കളി കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അല്ലെങ്കിൽ പിന്നെ ഇനിയും വൈകും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏതായാലും നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി തന്നെ കണ്ട മാച്ചാണ്. ഒരു വിയേർഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മത്സരത്തിന് നിന്ന് കിട്ടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മളൊരു പരാജയം നേരിടേണ്ടി വരുന്നു. 4-2 എന്നുള്ള നിലയിലുള്ള ഒരു പരാജയമാണ്. രണ്ട് മത്സരങ്ങളിലായിട്ട് രണ്ട് കൊൽക്കത്ത ക്ലബ്ബുകളിൽ നിന്നായിട്ട് നമ്മൾ വാങ്ങിക്കൂട്ടിയത് 8 ഗോളുകളാണ് എന്നുള്ളൊരു കാര്യമാണ്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ലീഡ് ചെയ്തു. ചില പ്രതീക്ഷകളൊക്കെ കിട്ടിയ മത്സരമായിരുന്നു. എന്നാൽ പിന്നീടാണ് നമ്മൾ ഗോളുകളൊക്കെ വഴങ്ങുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു രീതിയിലേക്ക് പോയത്. ഇപ്പം ആദ്യ പകുതിയിൽ തന്നെ വന്ന പെനാൽറ്റി, അത് എനിക്ക് ഞാൻ മാച്ച് ഹൈലൈറ്റ്സ് ഒന്നും കണ്ടിട്ടില്ല, അതൊന്നും വന്നിട്ടില്ല, ഒന്നും കാണാൻ ഇത് വന്നിട്ടില്ല. അപ്പം അതെനിക്ക് തീർച്ചയായിട്ടും ഒരു കരൺജിത്തിന്റെ ഒരു കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ നിന്ന് വന്ന ഒരു പെനാൽറ്റി ആയിട്ടാണ് തോന്നിയത്. സോ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഇപ്പം രണ്ടാമത്തെ ഗോളാണെങ്കിലും അത് അമാൻ സിക്കയുടെ അസിസ്റ്റാണ്, മലയാളി പ്ലെയറാണ്. അപ്പം അത് കരൺജിത്ത് കൊടുത്ത ഒരു ബോൾ കറക്റ്റ് അല്ലായിരുന്നു. അത് കൃത്യമായിട്ട് ലെസ്കോവിച്ചിന് കിട്ടുന്നതിന് മുമ്പ് അമാൻ സിക്ക ഇന്റർസെപ്റ്റ് ചെയ്തിട്ടാണ് ആ ഗോളിലേക്ക് പോകുന്നത്. മൊത്തത്തിൽ എനിക്ക് കരൺജിത്ത് സിംഗിന്റെ ഒരു പ്രകടനത്തിൽ കുറച്ച് ഒരു പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് സ്റ്റേജിലിരുന്നുകൊണ്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്സ് സംഭവിച്ചിരുന്നു. ഇനിയും സംഭവിക്കുമോ, ഇനി ഗോളുകൾ അതിൽ നിന്ന് വഴങ്ങേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ടെൻഷൻസോട് കൂടി തന്നെയാണ് ഈ ഒരു മത്സരം ഉടനീളം കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. സോ അവസാനത്തെ ഗോൾസൊക്കെ ആണെങ്കിൽ മഹേഷ്, എന്താ പറയുക, ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കണ്ടോണ്ടെന്ന് പറയാം, മഹേഷിന്റെ പ്രതികാരമായിരുന്നു. കാരണം മഹേഷ് ഇവിടെ ഇവാന്റെ അണ്ടറിലൊന്നും ആണെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടാതിരുന്ന പ്ലെയറാണ്. ഞാനിന്ന് സ്റ്റേഡിയത്തിൽ കളി കണ്ടുകൊണ്ടിരുന്നപ്പോഴും പറഞ്ഞു മഹേഷ് ഇപ്പം ഇച്ചിരി ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളത്. എന്താണെങ്കിലും മഹേഷ് 2 ഗോൾസ് അവർക്ക് നേടിക്കൊടുത്തൊരു 4-2 എന്നുള്ള നിലയിൽ. മറ്റൊരു ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് ആ ഗോൾ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. ഒന്നാമത്തെ നമ്മൾ TV കാണുന്ന പോലെ കൃത്യമായിട്ട് കാണാൻ പറ്റുമതല്ല. നമ്മൾ ചിലപ്പം മത്സരത്തിന്റെ പല എൻഗേജ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ആ ഒരു മൊമെന്റിൽ എനിക്ക് ജസ്റ്റ് ഈ ഇഷാൻ പണ്ഡിത് ഞാൻ ആദ്യം വിചാരിച്ചു ഇഷാൻ പണ്ഡിത് ഗോൾ അടിച്ചെന്നുള്ളതാണ്. എനിക്കൊന്ന് വ്ളോഗൊക്കെ ചെയ്തപ്പോൾ അതിനകത്ത് അങ്ങനെ ആദ്യം പറയുകയും ചെയ്തു. പക്ഷെ ആ ഒരു പിന്നീടാണ് അതൊരു ഓൺ ഗോൾ ആണെന്നുള്ള റിയലൈസ് ചെയ്തത്. എനിക്ക് ആ ഒരു മൊമെന്റിൽ കണ്ണെത്തിയിട്ടില്ല. അപ്പം അതിനിപ്പോൾ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടതിന് ശേഷം വേണം അതൊന്ന് വിലയിരുത്താം. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഡൗൺ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ആ രണ്ട് റെഡ് കാർഡ്സിന്റെ കാര്യം പറയേണ്ടതുണ്ടല്ലോ. അത് കളിയുടെ വഴിത്തിരിവായിട്ടുള്ളതാണ്. ഒന്ന് ജീക്സന്റെ ഒരു റെഡ് കാർഡും അതുപോലെ തന്നെ സെക്കൻഡ് വന്നിട്ടുള്ളത് നവോച്ചയുടെ റെഡ് കാർഡും. അത് രണ്ടും ഐ തിങ്ക് ഡിസേർവിംഗ് ആണ്. എക്സ്പെഷ്യലി നവോച്ചയുടെ അത് ഒരു ഡിസിപ്ലിനറി കമ്മിറ്റിയിലേക്കൊക്കെ പോയാൽ ചിലപ്പോൾ 3 മാച്ച് വരെ മിസ്സാകാൻ ചാൻസ് ഉണ്ട്. ആരിനി ലെഫ്റ്റ് ബാക്ക് കളിക്കുക എന്നുള്ളതാണ് സംശയം. അതുപോലെ ജിക്സനാണ് ആദ്യം റെഡ് കാർഡ് കിട്ടിയത്. സോ ആ ഒരു റെഡ് കാർഡ് കിട്ടിയ മൊമെന്റിൽ തന്നെ എനിക്ക് കളി കൈവിട്ടു പോയി എന്നുള്ളൊരു രീതിയിലേക്ക്, നമ്മൾ 1-0 ലീഡ് എടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പം ആ ഒരു മൊമെന്റിൽ തന്നെ കളി കൈവിട്ടു പോയെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇനി ആ ഒരു ഗോളും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു നമ്മൾ മാക്സിമം പോയ ഡ്രോ കിട്ടും. എന്താണെങ്കിലും 3 പോയിന്റ്സ് എന്നുള്ള നിലയിലേക്കൊന്നും എത്തില്ല എന്നുള്ള കാര്യം എനിക്ക് ആ ഒരു മൊമെന്റിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അതാണ് സിറ്റുവേഷൻ, അങ്ങനെയാണ്. പിന്നെ അവർ ആ 2 ഗോളൊക്കെ അടിച്ചതിന് ശേഷം അവർ ബോൾ കീപ്പ് ചെയ്ത് അവർ സേഫായിട്ട് കളിക്കുക എന്നുള്ളൊരു അപ്രോച്ചൊക്കെ തന്നെയായിരുന്നു. ഏതായാലും വിഷ്ണു ആണെങ്കിൽ മലയാളി പ്ലേയേഴ്സ് ആയിട്ട് വന്ന, അല്ലെങ്കിൽ പിന്നെ അമാൻ സിക്ക് ആണെങ്കിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് അസർ വന്നതിന് ശേഷമാണ് മിഡ്ഫീൽഡ് ജിക്സനേക്കാൾ കുറച്ചും കൂടി ഇപ്പം നിലവിലൊരു കറണ്ട് ഫോമിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് അസർ. അതുപോലെ തന്നെ സന്ദീപ് ആണെങ്കിലും ആച്ചാണ്. എനിക്ക് ഇവൻ രാഹുൽ KP വഴിയാണ് ആ ഫെഡോറിന്റെ ഒരു ഗോൾ വന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് രാഹുൽ KP സ്റ്റിൽ ഒരു അത്ര നല്ല പെർഫോമൻസ് അല്ല നടത്തുന്നതെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഉടനീളം നോക്കുകയാണെങ്കിൽ ഇപ്പം സൗരവിന്റെ ഭാഗത്ത് നിന്ന് സൗരവിന് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇനി നെക്സ്റ്റ് മാച്ചസിലെങ്കിലും കൊടുക്കണം. അതുപോലെ തന്നെ ഗോൾ കീപ്പർ നമുക്ക് കരൺജിത്തുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ട്രോഫിയൊക്കെ എയിം ചെയ്യാൻ കഴിയുമെന്നുള്ളത് എനിക്ക് വലിയ ഡൗട്ടാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം നല്ല പ്ലെയർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കാലം കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ഏജ് ഇതാണ്. എൻ്റെ ആറാഷാമൊക്കെ ഓപ്പർച്യൂണിറ്റി എന്ന നിലയിൽ തന്നെ പരിഗണിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി 2 മാച്ചസ് ഉണ്ട്. ആ 2 മാച്ചസ് നമുക്ക് എന്ത് ബലമായാലും കുഴപ്പമില്ല. സോ കളിക്കാത്ത പ്ലേയേഴ്സിനെ ഇപ്പം മരിത്രാദാസിനെ ഈ മത്സരത്തിൽ കളിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ ഇനി അവസരം ഓപ്പർച്യൂണിറ്റി. ഇപ്പം കോച്ച് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല കൃത്യം. ഞാൻ എവിടെ കണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സിനെ ചിലപ്പം ഫുൾ ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ അടുത്ത 2 മാച്ചസ്. കാരണം ഇനി നമുക്ക് സ്ഥാനത്തിലൊന്നും വലിയ മാറ്റങ്ങൾ വരാനില്ല. ചിലപ്പം മാത്രം വളരെ സാധ്യതകൾ കുറവ് മാത്രമാണ് നമ്മൾ 6ാമതേക്ക് വരാൻ, അല്ലെങ്കിൽ നമ്മൾ 5ാമത് തന്നെ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഓപ്പൺ സോപ്പാൻ കമ്പൽസറി കാണിക്കുകയാണ്. പക്ഷേ